ഗായ്സ് എല്ലായിടവും ലൈറ്റൊക്കെ അണച്ച് വെളിയിൽ ഭയങ്കര ഡാർക്ക്നെസ്. അപ്പോൾ നമ്മളിന്ന് ഒരു ഫോട്ടോ എടുക്കാൻ പോണ്. ഈ ഷർട്ട് അല്ലേ, ഈ ഷർട്ടിലൊരു ഫോട്ടോ എടുക്കാൻ പോണേ. കുറച്ച് ഫോട്ടോ അല്ലേ? ഓട്ടോക്കാരുടെ ടീഷർട്ട് എന്ന് പറയുന്നത് ഓട്ടോക്കാരുടെ യൂണിഫോം കണക്കാണ് ഇതൊക്കെ ഇരിക്കണത്. അപ്പൊ ഇതൊക്കെ റെഡിയാക്കി ഇവിടെയൊക്കെ കുറെ ലൈറ്റ് വെച്ച് റെഡിയാക്കി ഇരിപ്പുണ്ട്. എന്തിനാണ് റിംഗ് ലൈറ്റ്? എന്തിനാണ്? ഈ ഷർട്ടിൽ ഇത്തിരി ഫോട്ടോ ഒക്കെ എടുത്ത ഈ ഉമ്മച്ചിക്ക് ഷർട്ടിന്റെ കുറെ ഫോട്ടോസാണ് ഇഷ്ടം അല്ലേ ഉമ്മ? പിന്നെ കുറെ ഫോട്ടോസ് ഡാർക്കാണ്, കാരണം ഉമ്മക്ക് ഡാർക്ക് ആയിട്ടുള്ള സ്റ്റൈലാണ് ഇഷ്ടം. അങ്ങനെ ഫൈനലി ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് എൻ്റെ രണ്ടാമത്തെ ഷർട്ടാണിത്. എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. പണ്ടെപ്പോഴോ ബ്ലൗസുകള് കഴിഞ്ഞ ഓണത്തിന് ബ്ലൗസിന് വേണ്ടി ഒരു ഫോട്ടോഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ അധികം സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വന്നായിരുന്നു. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ പോയിട്ട്. പക്ഷെ അന്ന് ഇത് നടന്നില്ല. പക്ഷെ ഇതിന്റെ പ്രിന്റ് ഞാൻ സെർച്ച് ചെയ്തപ്പോഴത്തേക്കും ഒരുപാട് ലേഡീസ് ഷർട്ടിൽ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ പ്രിന്റ് ഞാൻ പിന്നെ വേറെയും കണ്ടിട്ടില്ല. അന്ന് എവിടെ നിന്ന് എടുത്തത്? ട്രിവാൻഡ്രത്തുനിന്ന് ട്രിവാൻഡ്രത്തുനിന്ന് എവിടെയോ പോയപ്പം അന്ന് എടുത്തതാണ് നമ്മള്. ചാല മാർക്കറ്റ് അല്ല, അതിന് മുന്നേ അവിടെ അതിന്റെ ഓപ്പോസിറ്റ് ഒരു അങ്ങ് പോയിട്ടുണ്ട്. എനിക്ക് കറക്റ്റ് എക്സാക്ട് സ്ഥലം എനിക്ക് അറിഞ്ഞൂടാ. അവിടെ ഞാൻ പോയപ്പോഴത്തേക്ക് എനിക്ക് അന്ന് കുറെ മെറ്റീരിയൽ എടുത്തായിരുന്നു. ഇത് ആദ്യം ഉമ്മ വിചാരിച്ചു ബ്ലൗസ് വെച്ചാണ്, ബ്ലൗസ് വെക്കാന്ന്. പിന്നെ വിചാരിച്ചു ഇതിന്റെ കട്ടിങ്സ് എടുത്തിട്ട് ഏതെങ്കിലും കറുത്ത ഷർട്ടാ ഏതെങ്കിലും ഷർട്ട് വാങ്ങിച്ചിട്ട് അവിടെ 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 ആയിട്ട് കൊടുക്കാന്ന് വിചാരിച്ചു. അതിനുശേഷം വിചാരിച്ചു മറ്റേ ഇതുണ്ടാക്കാന്ന്. അതിനുശേഷം വിചാരിച്ചിട്ട് അന്ന് എടുത്ത മെറ്റീരിയൽസില് ഇതിലേക്ക് ഒരു എന്താണ് നമ്മള് കോട്ട് അടിച്ച് വെച്ചിട്ടുണ്ട്. വലിയ ലെങ്തിയുള്ള ഒരു കോട്ടൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ട്. അതിന്റെ ബാലൻസ് മെറ്റീരിയൽ അന്ന് എടുത്ത മെറ്റീരിയൽ കൂടുതലുള്ളതാണ്. ഇതുപോലെ കുറേ മെറ്റീരിയൽസ് എടുത്തിരുന്നു. ഞാൻ തന്നെ കുറച്ചൊക്കെ തച്ച് കളിച്ചു. പിന്നെ സത്യത്തിൽ എന്തിനാണ് മെറ്റീരിയൽസ് എടുക്കുന്നത് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ, തച്ചിടാറില്ല. പക്ഷെ ഇഷ്ടം അത്രയും മെറ്റീരിയൽസ് ഇടാൻ നല്ല സുഖം. എനിക്ക് തോന്നുന്നു കഴുകുമ്പോൾ കുറച്ച്, അതായത് ഈ കയ്യിൽ ചെറുതായിട്ടൊരു ഇതുണ്ടായിരുന്നു, പൊടി ഇത് കുഞ്ഞിൻ്റെ ഒന്നും പറ്റിയത്. അപ്പോൾ ഇത് മാത്രം ഒന്ന് കഴുകിയപ്പോൾ നല്ല കട്ടി വന്നു. പക്ഷെ ഇവിടെ നൈസ് നോക്കി കട്ടി വരും. ഇത് കഴിയുമ്പോൾ നല്ല കട്ടി വരും. ഇപ്പൊ കഴുകിയാ? ഈ ഒരു കൈ മാത്രം ഞാൻ കഴുകി വയ്ക്കാണ്. അത് കട്ടിയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിന് എന്ത് ചെയ്യാം, കുറച്ച് ഫോട്ടോസൊക്കെ കാണിച്ചു തരാൻ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണം കേട്ടാ. കുറെയൊക്കെ ഡാർക്ക്നെസ് കൂടിയെന്ന് കാണുമ്പോൾ ഫോട്ടോഗ്രാഫർ എന്നെ കൊന്നാണ് ഫോട്ടോ എടുക്കണത്. ഞാൻ അങ്ങനെ എന്നാൽ ശരിയാവില്ല, ഇങ്ങനെ എന്നാൽ ശരിയാവൂല. അടുത്ത ആള് വന്നിട്ടുണ്ട്. അപ്പൊ ഓക്കെ ബൈ. പേച്ചില്ലാത്തൊരു കൊറിയൻ പേച്ച് എന്തെങ്കിലുംന്നറിയാം. ഏത് കളേഴ്സ് കൊണ്ടിരിക്കുന്ന ഒരു പാന്റ് ആയിരുന്നു ഇത്. ഉമ്മ വിചാരിച്ചു ഏതെങ്കിലും എന്താണ് ഷർട്ട്, ഉമ്മച്ചി എവിടെയെങ്കിലും പോകണമെങ്കിൽ ഷർട്ടാണ് യൂസ് ചെയ്യുന്നത്. ടീഷർട്ട് മാത്രം മറ്റേ എന്താണ് ജാക്കറ്റ് കണക്കത്തെ ടീഷർട്ട് അത് ഭയങ്കര ഇഷ്ടമാണ് ഉമ്മക്കിട്ട്. അപ്പൊ ഉമ്മ വിചാരിച്ച് ഈ പെൻസിൽ അത് ചെയ്തിട്ടുണ്ട്. ഇങ്ങനത്തെ കളർ ടീഷർട്ടുകള് എന്നാൽ തക്കിയെന്ന ചുരിദാറുകളൊന്നും അല്ലെങ്കിൽ ഡ്രസ്സുകളൊന്നും എനിക്ക് ഒട്ടും മാച്ച് ആവത്തില്ല. സ്കെൽറ്റ് ആയതുകൊണ്ട് ഞാൻ സീറോ സൈസിന്റെ നല്ല സീറോ സൈസ് ഒരു 32 കിലോയുടെ എന്തൊരു ഡ്രസ്സ് എങ്ങനെയാണ് കൃത്യം പറഞ്ഞ ഒന്നും ചെയ്തില്ല. അപ്പൊ ഇനി വീഡിയോസ് വരുന്നതായിരിക്കും, കണ്ടിന്യൂസ് ആയിട്ട് വ്ളോഗ് ഇടുന്നതായിരിക്കും. കുറെ കാലം കൊണ്ട് നമ്മളിത് പറയുന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. ഈ ഒരു ഫോട്ടോസ് വീഡിയോസ് ഷോർട്ട് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ടാറ്റാ. നീ തുടർച്ച വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ നാളത്തെ വീഡിയോ എന്താണെന്ന് നാളെ നമുക്ക് നോക്കാം. ബൈ ബൈ.